ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആശ്വസിക്കാനും അതിലേറെ നിങ്ങൾക്ക് കൂടുതൽ റിലാക്സ്ഡ് ആവാനുമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പണ്ട് നല്ല വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കൂടുതൽ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും ഒക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും പറയുന്ന പോലെ അതിൽ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ടീം ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് കമൻറ്റ് ചെയ്യുന്നതാണ്, അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. കാര്യത്തിലേക്ക് കടക്കാം. ഇത്തവണ പരീക്ഷകളെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ചുള്ളൊരു ക്രമീകരണം പുതുക്കിയ പാഠ്യ പദ്ധതിയിൽ ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായിട്ടും പറയേണ്ടത് 8, 9, 10, +1, +2 വിദ്യാർത്ഥികളെ തന്നെയാണ്. നമുക്കറിയാം, ആ പുതുക്കിയ പാഠ്യ പദ്ധതി പ്രകാരം ചില സിലബസിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ പുസ്തകങ്ങളിൽ ചിലത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ സർക്കാർ തലത്തിൽ തന്നെ പല കൂടിയാലോചനകളും വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ നടന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അധ്യാപകരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന അപ്ഡേറ്റ്, ഇത്തവണ പാഠഭാഗങ്ങൾ നേരത്തെ പഠിപ്പിച്ച് തീർത്തിട്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തീർന്നിട്ട് അതിനെ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കാം. അതായത് പല സ്കൂളുകളിലും നമ്മൾ കഴിഞ്ഞ വർഷം വരെ കണ്ടൊരു ഇതെന്ന് പറഞ്ഞാൽ അവസാനം ഓട്ടിച്ചിട്ട് പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് ഒരു ബഹളമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഠിപ്പിച്ചു തീർക്കുകയും അതിനുശേഷം വരാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ സ്കൂളുകളിൽ തന്നെ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും പരീക്ഷാ പേപ്പറുകൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന രീതിയിൽ അവരെ കൊണ്ട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിൽ കുറച്ചുകൂടി വിദ്യാർത്ഥി സൗഹൃദപരമായിട്ടുള്ള ക്ലാസ് റൂമുകൾ ഒരുങ്ങാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇത് SSLC +1 വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും. കാരണം SSLC എന്ന് പറയുന്ന ഒരു പരീക്ഷ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇത്തരം ഒരു അവസരം കിട്ടുമ്പോൾ ആ പരീക്ഷയെ സമീപിക്കാനുള്ള ഒരു അപ്രോച്ച് വളരെ ഈസി ആയിട്ടായിരിക്കും. ഇനി +1കാരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ക്ലാസ്സിലാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പാഠഭാഗങ്ങളാണ്, ഒരു ലെവൽ ഓഫ് എക്സാമിനേഷനാണ്. അതെല്ലാം നിങ്ങൾ മുൻകൂട്ടി ഒന്നുകൂടി പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കും കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. എന്തായാലും എല്ലാവിധ അപ്ഡേറ്റുകൾക്കും ഞങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം. കാത്തിരിക്കുക. ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും.